Hari Om and good morning. Yoga session. Today is the last session of this yoga and it comprises pranayama. Pranayama, the word pranayama means to stop breathing and that is inhalation and exhalation. Stopping of inhalation and exhalation is called pranayama. അതായത് ശ്വാസം ഉള്ളിലേക്ക് വലിച്ച് പുറത്തേക്ക് വിടാതിരിക്കുന്ന അവസ്ഥയാണ് പ്രാണായാമം എന്ന് പറയുന്നത്. പ്രാണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ വേർഡ് പ്രാണ മീൻസ് ഇൻടേക്ക് എന്നർത്ഥമാണ്. ഉള്ളിലേക്ക് വലിക്കുന്നതിനാണ്, ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് എന്തും കഴിക്കുന്നതിനെയാണ് വലിക്കുന്നതിനെയാണ് പ്രാണ എന്ന് പറയുന്നത് സംസ്കൃതത്തിൽ. അത് ഭക്ഷണം കഴിക്കുന്നതിനും പ്രാണ എന്നാണ് പറയുന്നത്. പുറത്തെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വിടുന്നതിനെ ആപാന എന്ന് പറയും. പ്രാണ ആപാന. ഈ പ്രാണ ആപാന റോക്കിന അതിനെ തടഞ്ഞു നിർത്തുന്നതിനെയാണ് പ്രാണായാമം എന്ന് പറയുന്നത്. പ്രാണ ആപാന, പ്രാണ ഔർ ആപാന. ആപാന എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് വിടുക, പ്രാണ എന്ന് പറഞ്ഞാൽ ഉള്ളിലേക്ക് വയ്ക്കും. ഉള്ളിലേക്ക് എടുക്കുന്നത് ഭക്ഷണമാവാം, ശ്വാസമാവാം, എന്തും ആവാം, ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് വയ്ക്കും. അതിന് പ്രാണ എന്ന് പറയും. അപ്പോൾ പ്രാണായാമം, ഞാൻ ചെയ്യുന്ന പ്രാണായാമം 8 പ്രാണായാമങ്ങളാണ് ഞാൻ ചെയ്യുന്നത്. I do 8 pranayamas which I adopted from രാംദേവ് ബാബ. രാംദേവയുടെ 8 പ്രാണായാമമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് രാംദേവിൽ നിന്ന് ഞാൻ അഡോപ്റ്റ് ചെയ്തതാണ്. അത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വെരി ഈസി ടു ഫോളോ because people don't have time. Therefore it is very easy for the people to follow. Therefore it is 8 pranayams. The first pranayam is called Bhastrika pranayam. Bhastrika pranayam, that is for the cleaning of the whole of the lungs. Lungs നമ്മുടെ ശ്വാസകോശം മുഴുവൻ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ് भस्त्रिका प्राणायाम. पहले का प्राणायाम का नाम है भस्त्रिका प्राणायाम. ये जो हमारे पेपड़े को साफ करने के लिए है भस्त्रिका प्राणायाम. वो जैसे साइकिल पंप से हम हवा भरता है ऐसे ही है, लेके बाहर छोड़ना है. हवा लेके सांस से हवा अंदर लेके बाहर छोड़ना है, जल्दी से जल्दी छोड़ना है. പെട്ടെന്ന് ശ്വാസം ഉള്ളിലേക്കെടുത്ത് പുറത്തേക്ക് വിടുന്നതിനെയാണ് ഭസ്ത്രിക പ്രാണായാമം എന്ന് പറയുന്നത്. ദി ഭസ്ത്രിക പ്രാണായാമം ഈസ് ദാറ്റ് പ്രാണായാമം ബൈ വിച്ച് യു ഇൻഹെയിൽ ആൻഡ് എക്സെയിൽ very fast. Inhalation and exhalation will be very fast, so that there will be proper cleaning of the lungs. So this is like that. You can sit either in Vajrasan or in Sukhasan or in Padmasan as it is, but Sukhasan is better. Sukhasan means you can sit comfortably. You should be very comfortable in whichever posture you are. You and keep your hands like this. This is called Jnana Mudra. Keep here. It can be in Vajrasan also, because Vajrasan also very relaxing asana. So the first asana is called Bhastrika pranayam is called Bhastrika pranayam. That is inhalation and exhalation fast. This is Bhastrika pranayam. Bhastrika. The second pranayam is called Kapalbhati. Kapal is actually this is Kapal. This will become brighter when you do this Kapalbhati. That's why it is called Kapalbhati. Kapalam is, this portion is called Kapalam. Kapalbhati. That is, you have to inhale and at the same time bring your belly inside. And exhalation is automatic, like this, you see.
The more you do, the better. This is very good for the activating the digestive system. നമ്മുടെ ദഹനേന്ദ്രിയങ്ങളെ ആക്ടിവേറ്റ് ചെയ്യാൻ ഏറ്റവും ഉതകുന്ന ഒരു പ്രാണായാമ ക്രിയയാണ് ഈ കപാൽഭാതി. ഇതാണ് പ്രാണായാമ ക്രിയയാണ് കപാൽഭാതി. You have to bring your belly inside. When you exhale, പുറത്തോട്ട് ശ്വാസം വിടുമ്പോൾ ഈ വയറ് ഉള്ളിലേക്ക് വലിക്കണം. जब सांस बाहर निकलता है तो पेट को अंदर लाना चाहिए. ये है കപാൽഭാതി. और जितने भी ज़्यादा करें उतना अच्छा. എത്ര കണ്ട് കൂടുതൽ ചെയ്യാൻ പറ്റുമോ അത്ര നല്ലതാണ്. ഒരു 50 പ്രാവശ്യമെങ്കിലും ചുരുങ്ങിയത് ചെയ്യാവുന്നതാണ്. ഇല്ലെങ്കിൽ ഒരു 20 പ്രാവശ്യം 25 പ്രാവശ്യമെങ്കിലും ചുരുങ്ങിയത് ചെയ്യുക. ദാറ്റ് ഈസ് കപാൽഭാതി. മൂന്നാമത്തെ പ്രാണായാമത്തെ ത്രിബന്ധ് പ്രാണായാമം എന്ന് പറയുന്നു. ത്രിബന്ധ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ബന്ധ് ഉണ്ടാവും. അതൊന്ന് ഇതാ ഇവിടെ ദിസ് ഈസ് കോൾഡ് മൂൽബന്ധ്, ഉദ്യാൻ ബന്ധ് ആൻഡ് ജലന്ധർ ബന്ധ്. ഇതിന് ജലന്ധർ ബന്ധ് എന്നാണ് പറയുന്നത്. ജലന്ധർ ബന്ധ്, മൂലബന്ധ്, ഉദ്യാൻ ബന്ധ് ആൻഡ് ജലന്ധർ ബന്ധ്. ജലന്ധർ ബന്ധ്, ഉദ്യാൻ ബന്ധ് ആൻഡ് മൂലബന്ധ്, ഈ മൂന്നും ഒരേ സമയത്ത് ബന്ധ് ചെയ്തതിനാണ് ത്രിബന്ധ് പ്രാണായാം അല്ലെങ്കിൽ ബാഹ്യ പ്രാണായാം എന്ന് പറയുന്നത്. ഇൻഹേൽ ആൻഡ് എക്സേൽ, ഉള്ളിലേക്ക് ശ്വാസം വലിച്ച് ശ്വാസം പുറത്തേക്ക് വിടുക. इनहेल एंड एक्सेल, दैट इज़ सांस अंदर लेके बाहर छोड़ना चाहिए. उसके बाद 3 बंद करना चाहिए. इसको जलंधर बंद बोलता है, इसको उद्यान बंद और मूल बंद अंदर से करना है. तीनों बंद एक ही तरफ एक ही टाइम पे करना है, जिसका नाम है त्रिबंध प्राणायाम या बाह्य प्राणायाम. इससे तो बहुत फ़ायदा होता है पूरा शरीर का. The more you can hold on, the better. जलंधर बंद, उद्यान बंद एंड मूल बंद. ओके, थर्ड 3 प्राणायाम्स हो गया. अभी द 4th प्राणायाम is called अनुलोम विलोम. अनुलोम विलोम you must be knowing, it's very famous. ഈ വിരൽ ഈ 2 വിരലെ ഉപയോഗിക്കുക. ഇത് കണ്ടിന്യൂസ് ആയിരിക്കണം. അനുലോം വിലോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടത് ഭാഗത്തെ നോസ്ട്രിൽ നിന്ന് ശ്വാസം എടുത്ത് വലത് ഭാഗത്തെ നോസ്ട്രിൽ നിന്ന് വിടണം. അതിൽ വിടുന്നതിൻ്റെ ഇടയിൽ അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പാടും. അന്നേരം പിന്നെ അത് നാഡീശോധൻ പ്രാണായാമമായി മാറിപ്പോകുന്നതാണ്. ദിസ് ഈസ് കോൾഡ് അനുലോം വിലോം പ്രാണായാം. ഇതിന് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഓക്സിജൻ എത്രയാണെന്ന് വെച്ചാൽ കിട്ടുന്നതാണ്. വളരെ ഉപകാരപ്രദമാണ്. ഏത് രോഗികൾക്കും ഏത് അവസ്ഥയിലുള്ള രോഗികൾക്കും ചെയ്യാൻ പറ്റിയതാണിത്.
ഇതിനാണ് അനുലോം വിലോം പ്രാണായാമം എന്ന് പറയുന്നത്. അടുത്തതായി അഗ്നിസാർ ക്രിയ. അഗ്നിസാർ ക്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തെ ഒന്ന് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അഗ്നിസാർ, അഗ്നിയാണ് ആക്ച്വലി അഗ്നി, ജഠരാഗ്നിയാണ് നമ്മുടെ കഴിക്കുന്ന ഭക്ഷണത്തെ ദഹിപ്പിക്കുന്നത്. അതിനൊന്ന് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അഗ്നിസാർ ക്രിയ. അതിങ്ങനെയാണ്. ശ്വാസം എടുത്ത് ഉള്ളിലേക്കെടുത്ത് പുറത്തേക്ക് വിടാം. ശ്വാസിലേക്ക് ചോടോ, ഉള്ളിലേക്ക് ശ്വാസം എടുത്ത് യു ഹാവ് ടു ഇൻഹെയിൽ ആൻഡ് എക്സെയിൽ ആൻഡ് ദെൻ റൊട്ടേറ്റ് യുവർ ബെല്ലി in this position itself. At least do it 3 times. 3 പ്രാവശ്യമെങ്കിലും ചെയ്യണം. അഗ്നിസാർ ക്രിയ. അടുത്തതായി ഉജ്ജയ് പ്രാണായാമം. ഇത് 6ാമത്തെ പ്രാണായാമമാണ്. ഉജ്ജയ് പ്രാണായാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ വോക്കൽ കോഡിന് ഏറ്റവും നല്ലതാണ്. പാട്ട് പാടുന്നവർക്ക് നല്ലതാണ്. നമ്മുടെ രാവിലെ മുതൽ ഉറങ്ങുന്നത് വരെ ദിവസവും സംസാരിച്ചു കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഈ ഉപകരണത്തിനെയാണ് വോക്കൽ കോഡ് എന്ന് പറയുന്നത്. ആ ഉപകരണത്തിനെ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പ്രാണായാമത്തിലൂടെ സാധിക്കുന്നു. അതിങ്ങനെയാണ്. ഈ ശ്വാസം ഈ ശബ്ദം വരുത്തണം. ഈ ശബ്ദം വരുത്തണം. ശ്വാസം എടുത്ത് പുറത്തേക്ക് വിടാം. എന്നിട്ട് ഒരു നോസ്ട്രിലുകൊണ്ട് ബാക്കിയുള്ള ശ്വാസത്തെ പുറത്തേക്ക് വിടും. 3 പ്രാവശ്യങ്ങളും ചുരുങ്ങി ചെയ്യുക. Chirping of birds is also there. ഇതിനെയാണ് ഉജ്ജയ് പ്രാണായാമം എന്ന് പറയുന്നത്. ഈ വോക്കൽ കോഡിനുള്ള എന്ത് തകരാറുണ്ടെങ്കിലും അത് സുഖപ്പെടുത്താൻ വേണ്ടിയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും സഹായിക്കുന്ന ഒരു പ്രാണായാമമാണ് ഇത്, ഉജ്ജയ് പ്രാണായാമം. ദിസ് പ്രാണായാമം ഈസ് കോൾഡ് ഉജ്ജയ് പ്രാണായാമം, which is very helpful for the vocal cord, and all ailments connected with the vocal cords will be relieved, or you will get relief from all ailments connected with the vocal cord if you continue do this pranayam, which is called the Ujjayi pranayam. Next pranayam, that is the 7th pranayam, 7th pranayam is called Brahmari pranayam. Brahmar means actually it's a bee which makes the sound गुनगुना रही है भ्रमर खिल रही है कली कली. The famous song you must have, Rajesh Khanna's film. I don't remember the name of the film, but I had seen it in my childhood, where there is a song like this, गुनगुना रही है भ्रमर खिल रही है कली कली. അതാണ് ഈ ഭ്രമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിൻ്റെ ശബ്ദമാണിത്. ഇതിനാണ് ഭ്രമറി പ്രാണായാമം എന്ന് പറയുന്നത്. ഭ്രമറി പ്രാണായാമം അതിന് 2 ഈ 2 വിരലും ഈ ചെവിയുടെ താഴെ ഇവിടെ വെക്കുക. എന്നിട്ട് ഇവിടെ ഇങ്ങനെ പിടിക്കുക. അതിനുശേഷം മറ്റുള്ള വിരലുകൾ ഇങ്ങനെ വരണം.
ഇതിൻ്റെ പേരാണ് ഭ്രമറി പ്രാണായാമം. ഇതെന്ന് പറഞ്ഞാൽ ടെൻഷൻ കുറക്കാൻ വേണ്ടി ഏറ്റവും ടെൻഷൻ ഇല്ലാതിരിക്കാനും ടെൻഷൻ കുറക്കാൻ വേണ്ടിയിട്ടും ഏറ്റവും നല്ല പ്രാണായാമമാണ് ഭ്രമറി പ്രാണായാമം. ഈ ലോകത്തിലുള്ള എല്ലാ സൂക്കേടുകളുടെയും അടിസ്ഥാനം ടെൻഷനാണ്. എല്ലാ ദുഃഖങ്ങളുടെയും അടിസ്ഥാനം ടെൻഷനാണ്. സുഖക്കേട് വന്നാൽ പിന്നെ ദുഃഖമായി. അപ്പോൾ എല്ലാ ദുഃഖങ്ങളുടെയും അടിസ്ഥാനം ടെൻഷനാണ്. ആ ടെൻഷൻ കുറക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ഫലപ്രദമായ പ്രാണായാമമാണ് ഈ പറഞ്ഞ ഭ്രമറി പ്രാണായാമം. ദിസ് ഭ്രമറി പ്രാണായാമം ഈസ് വെരി ഹെൽപ്ഫുൾ ടു ദോസ് ഹൂ experience tension. The tension is the root cause for many diseases in the world. And when you are diseased, you are not at ease or comfort. The meaning of the word dis-ease means not in comfort. Ease means comfort. Dis means not. That means dis-ease means you are not in comfort. സുഖമില്ലാതിരിക്കുക ആണ് ഡിസീസ് അല്ലെങ്കിൽ സൂക്കേട് വന്നാലുണ്ടാകുന്ന ഫലം. അപ്പോൾ അതിനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഖം എന്നാണ് അർത്ഥം. ഡിസ് എന്ന് പറഞ്ഞാൽ ഇല്ലാതിരിക്കുക. അപ്പോൾ സുഖമില്ലാതിരിക്കാനുള്ള കാരണം പ്രധാനമായും ടെൻഷനാണ്. ആ ടെൻഷൻ കുറക്കാനോ അല്ലെങ്കിൽ ഇല്ലാതാക്കാനോ വേണ്ടിയിട്ടുള്ള പ്രാണായാമമാണ് ഭ്രമറി പ്രാണായാമം. ഭ്രമറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ട് മൂളുന്നത് പോലെ. ഓക്കെ, ലാസ്റ്റ് പ്രാണായാമം, അടുത്ത 8ാമത്തെ പ്രാണായാമത്തിലാണ് പറയുന്നത് പിന്നെ ഓംകാരം. ഓം, ആ, ഓ, മാ. ആ, ഓ, മാ. ഇത് 3മാണ് ഈ ലോകം. ഈ ലോകം എന്നാൽ ആ, ഓ, മാ. ഇതാണ്. ആ എന്നാൽ വേക്കിംഗ് സ്റ്റേജ്, ഉണർന്നിരിക്കുന്ന സ്റ്റേജും. ഓ എന്നാൽ ഡ്രീമിംഗ് സ്റ്റേജും. മാ എന്നാൽ സ്ലീപ്പിംഗ് സ്റ്റേജും. ഇതാണ് ഈ ലോകം. ഈ ലോകം ഒന്നുകിൽ വേക്കിംഗ് ആണ്, അല്ലെങ്കിൽ ഡ്രീമിംഗ് ആണ്, അല്ലെങ്കിൽ ഉറങ്ങുകയാണ്, സ്ലീപ്പിംഗ് ആണ്. അപ്പോൾ ये तीनों मिलके ही ओम बनता है. जो है एक तो है वेकिंग स्टेज, दूसरा है और ड्रीमिंग स्टेज, और तीसरा है वो स्लीपिंग स्टेज. सोता है या स्वप्न देखता है या काम करता है. ये तीनों मिलके ही ये पूरा दुनिया बनता है. इसलिए ओम तो बहुत बढ़िया. दिस इज़ द ग्रेटेस्ट मोनोसिलेबल, दैट इज़ द ओम. तो ओम करने में, ओम उच्चारण करने में ऐसा करना चाहिए, आ, ओ, मा करना चाहिए. और ऐसा करना चाहिए, देखो, Om comprises of 3 stages, that is A, O, Ma. A refers to the waking stage, O refers to the dreaming stage, and Ma refers to the sleeping stage. This is the world. So you have to do Om in 3 stages together. That is Om, like this. Om, and touch the tongue. The tongue should be touched at the top, so that it is connected to the God. Connected to the self or the God. Then you remain in this position for 1 second, 1 or 2, few seconds. Smile. Smiling is very important in yoga.
Then clapping. It's also part of yoga. You see? This is very good. The palms, where all the nerves join. കാലിൻ്റെ അടിയും ഈ കൈയാണ് ഈ ഞരമ്പുകൾ നിൽക്കുന്ന സ്ഥലം, പിടികൊള്ളുന്ന സ്ഥലങ്ങൾ. അപ്പോൾ അവയെ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയൊക്കെയാണ്. Then laughing you have to come to താടാസനത്തിൽ വരണം. Like this. Then you relax. Relaxing. This is called Bachasana. or ശിഥിലാസൻ എന്നാണ് ഇതിൻ്റെ പേര്. ശിഥിലാസൻ എന്നാണ് ഇതിൻ്റെ. ഇങ്ങനെയാണ് കുട്ടികൾ മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ കിടക്കുന്നത്. ഇതിനെയാണ് ശിഥിലാസൻ എന്നാണ്. വളരെ റിലാക്സിങ് ആയിട്ടുള്ള ആസനം. ശവാസനത്തിലും കിടക്കാവുന്നതാണ്. ശവാസനത്തിൽ കിടന്നതിന് തുല്യമാണിത് ശിഥിലാസനം. ഇത്രയും കാര്യങ്ങളാണ് യോഗാസനത്തിൽ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ യോഗാസനം ഞാൻ ചെയ്യുന്നത് 3 സ്റ്റേജസ് ആയിട്ടാണ്. ആദ്യത്തെ സ്റ്റേജിനെ സൂക്ഷ്മ വ്യായാം എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റേജസ് പോസ്ചേഴ്സ് ഇൻ സിറ്റിംഗ് പൊസിഷൻ, സ്റ്റാൻഡിംഗ് പൊസിഷൻ ആൻഡ് ലൈയിങ് പൊസിഷൻ ഫേസിംഗ് ദ സ്കൈ ആൻഡ് ലൈയിങ് പൊസിഷൻ ഫേസിംഗ് ദ എർത്ത് ആൻഡ് ദ ലാസ്റ്റ് പോർഷൻ ഈസ് കോൾഡ് പ്രാണായാം. ഇങ്ങനെ 3 സ്റ്റേജസ് ആയിട്ടാണ് ഞാൻ ഈ യോഗ ചെയ്യുന്നത്. എല്ലാം കൂടി 1 മണിക്കൂറിൽ കൂടുതലുണ്ടാവും. 1 മണിക്കൂറുണ്ടാവും. ഈ 1 മണിക്കൂർ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 23 hours യു ആർ ഫിറ്റ് ടു ഡു എനിത്തിങ്. ഈ 1 മണിക്കൂർ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള 23 മണിക്കൂറും നമ്മൾ ഫിറ്റായി. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, ദാറ്റ് ഈസ് എ ഭജൻ. ഓക്കെ. हरि गुण गावो, हरि नाम गावो, हरि गुण गावो, हरि नाम गावो, हरि गुण गावो, हरि नाम गावो, आनंद आनंद हरि नाम रे, हरि ओम भजो रे सदा, हरि गुण गावो, हरि नाम गावो, जपन जपन कारो हरि नाम रे, भजन भजन करो हरि नाम रे, हरि ओम भजो रे
सदा हरि गुण गावो, हरि नाम गावो। आनंद आनंद हरि नाम रे, हरि ओम हरि ओम भज रे सदा हरि गुण गावो, हरि नाम गावो। आनंद आनंद हरि नाम रे, हरि ओम हरि ओम भज रे सदा हरि गुण गावो, हरि नाम गावो। जपन जपन कारो हरि नाम रे, भजन भजन कारो हरि नाम रे, हरि ओम भज रे सदा हरि गुण गावो, हरि नाम गावो। आनंद आनंद हरि नाम रे, हरि ओम भज रे सदा हरि गुण गावो, हरि नाम गावो, हरि नाम गावो, हरि नाम गावो। Thank you for listening. Hari Om and goodbye.